എട്ടിലൊന്ന് മാത്രം ജനസംഖ്യയുള്ള ന്യൂസിലൻഡുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ ഉണർവേകുമെന്ന് കേന്ദ്ര സർക്കാർ വാദം അടിസ്ഥാനരഹിതം. ട്രംപ് ഭരണകൂടം അധിക തീരുവ ചുമത്തിയതിനെ തുടർന്ന് തിരിച്ചടി നേരിട്ട ടെക്സ്റ്റൈൽസ്, തുകൽ, പാദരക്ഷ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക്, മരുന്നുകൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്ക് ന്യൂസിലാൻഡുകാർക്ക് ഗുണം ചെയ്യുമെന്നാണ് വാദം. 45 ലക്ഷമാണ് ന്യൂസിലാൻഡിന്റെ ജനസംഖ്യ. ഈ ഒരു ചെറിയ വിപണിയിലേക്കാണ് കരാറിലൂടെ തുറന്നു കിട്ടുന്നത്. കരാറിന് മുമ്പ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ന്യൂസിലാൻഡ് ചുമത്തിയ ശരാശരി തീരുവ 2.2% മാത്രമായിരുന്നു. പരമാവധി തീരുവ 10%വും 2.2% ശരാശരി തീരുവയുമാണ് കരാറിലൂടെ പൂജ്യത്തിലേക്ക് എത്തുന്നത്. നേട്ടമുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്ന പ്രധാന മേഖല ടെക്സ്റ്റൈൽസ് ആണ്. ന്യൂസിലാൻഡിലേക്കുള്ള നിലവിലെ പ്രതിവർഷ ടെക്സ്റ്റൈൽസ് കയറ്റുമതി 440 കോടി രൂപയുടേതാണ്. ഇന്ത്യയുടെ ആകെ ടെക്സ്റ്റൈൽസ് കയറ്റുമതിയാകട്ടെ 3.16 ലക്ഷം കോടിയുടേതും. അതായത് 0.14% മാത്രമാണ് ന്യൂസിലാൻഡിലേക്കുള്ള ടെക്സ്റ്റൈൽസ് കയറ്റുമതി. തീരുവ പൂജ്യമായാലും 45 ലക്ഷം ജനസംഖ്യ മാത്രമുള്ള ഒരു രാജ്യത്തേക്ക് എത്ര തുകയുടെ ടെക്സ്റ്റൈൽസ് കയറ്റുമതി സാധ്യമാകുമെന്ന ചോദ്യം ശേഷിക്കുന്നു. തുകൽ, പാദരക്ഷ, രാസവസ്തുക്കൾ തുടങ്ങി മറ്റു മേഖലകളുടെ കാര്യത്തിലും സാഹചര്യം സമാനമാണ്. ഇന്ത്യയുമായുള്ള കരാറിലൂടെ 150 കോടി ജനങ്ങളടങ്ങുന്ന വിപണിയാണ് ന്യൂസിലാൻഡിന് തുറന്നു കിട്ടുന്നത്. ആപ്പിൾ, കിവി തുടങ്ങിയ പഴങ്ങളുടെയും തേൻ പോലുള്ള വനവിഭവങ്ങളുടെയും വിവിധ ക്ഷീരോൽപ്പന്നങ്ങളുടെയും സമുദ്ര ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി വരുമാനത്തിൽ ഊന്നുന്ന ന്യൂസിലാൻഡിന് കരാർ വലിയ നേട്ടമാകും. 50% ന്യൂസിലാൻഡ് ഉൽപ്പന്നങ്ങളും തീരുവരഹിതമാകും. തുടർന്ന് 7 മുതൽ 10 വർഷം വരെയുള്ള കാലയളവിൽ 95% ഉൽപ്പന്നങ്ങളും തീരുവരഹിതമാക്കും. ഇന്ത്യയുടെ കാർഷിക, ക്ഷീര, സമുദ്ര ഉൽപാദന മേഖലയ്ക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ കരാർ തിരിച്ചടിയാകും. കരാറിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ടെന്ന് വാണിജ്യമന്ത്രി അവകാശപ്പെടുന്ന കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഭക്ഷ്യ എണ്ണ, പഞ്ചസാര, റബ്ബർ തുടങ്ങിയവയുടെ ഉൽപാദനം ന്യൂസിലാൻഡിൽ തീർത്തും ഇല്ല എന്നതും മോദി സർക്കാരിന്റെ വഞ്ചന തുറന്നു കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.